ടീം യു ഡി എഫ് ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ, ഒരു കുറച്ച് ദിവസം കൂടെ കണ്ട് പോട്ടെ. കാരണം വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിയോട് ഇപ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു അതൃപ്തി കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യമാണ്. എങ്കിലും ചില സംശയങ്ങൾ നമുക്കിവിടെ നിൽക്കുകയാണ്. അപ്പം മദ്യനയം പ്രഖ്യാപിക്കേണ്ടതും ഒക്കെ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളും ബാക്കി വയ്ക്കേണ്ടതില്ല. പിന്നെ ബഡ്ജറ്റിൽ അത് ധനകാര്യ വകുപ്പ് മന്ത്രിയല്ലേ അവതരിപ്പിക്കേണ്ടതെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ട് ശ്രീ രമേശ് ചെന്നിത്തല ചോദിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഏകപക്ഷീയമായിട്ട് പോകുന്നു, കാര്യങ്ങൾ ഒന്നും സഹമന്ത്രിമാരോട് പോലും ആലോചിക്കുന്നില്ല. അതായത് അറിയാൻ സാധിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല മന്ത്രിമാരും തങ്ങളുടെ സ്റ്റാഫിൻ്റെ ലിസ്റ്റുമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെല്ലുന്ന സമയത്ത് അതുപോലും അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല എന്നാണ് പറയുന്നത്. യു ഡി എഫിനകത്ത് താഴേക്കിടയിലുള്ള പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ അസ്വസ്ഥരാണ്. മുസ്ലിം ലീഗിനകത്ത് പ്രവർത്തകർ അസ്വസ്ഥരാണ്. പല മുസ്ലിം ലീഗ് പ്രവർത്തകർക്കും PM ശ്രീയിലെ എച്ചിനെ കുറിച്ച് ഭയങ്കരമായ ഭയമുണ്ട്. ആ ഭയത്തെ നീക്കേണ്ട ഉത്തരവാദിത്വം ഈ പറഞ്ഞ മുഖ്യമന്ത്രിക്കുണ്ട്. നമസ്കാരം. UDF-നകത്ത് പലവിധ തലവേദനകൾ പുകയുന്നു. ഈ ബജറ്റിന് പിന്നെ PM ശ്രീ മാത്രമായിരുന്നു പ്രധാന തലവേദനയെങ്കിൽ ബജറ്റിന് ശേഷം തലവേദനകളുടെ എണ്ണം കൂടി. ഇപ്പോൾ മദ്യനയം അതുമായിട്ട് ബന്ധപ്പെട്ട് KC വേണുഗോപാലും ചെന്നിത്തലയും ഇടയുന്നവരെ അതൃപ്തി പ്രകടമാക്കുന്നു. വകുപ്പ് മന്ത്രി പോലും മുഖ്യമന്ത്രിക്കെതിരെ ഒരു അതൃപ്തി പ്രകടമാക്കുന്നു. ലീഗ് അവരുടെ അതൃപ്തി പ്രകടമാക്കുന്നു. അതൊരു വിഷയം. അതിനുശേഷം ഈ മിഷൻ സമുദ്രമായിട്ട് ബന്ധപ്പെട്ട് കരിമണൽ ഖനനം, ആ കാര്യത്തിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം എന്ന് പറഞ്ഞ്, കാരണം മുഖ്യമന്ത്രിയുടെ ഒരു ചർച്ചകളില്ലാതെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്ന രീതിയിലേക്ക് ആണ് ഇപ്പോൾ നെഗറ്റീവ്സ് പൊതുവെ പോകുന്നത്. ഇതിൽ പാർട്ടിയിലും നല്ല രീതിയിൽ അതൃപ്തി ഉണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത്. സത്യത്തിൽ ടീം UDF-ന് എന്ത് പറ്റി? ടീം UDF ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ, ഒരു കുറച്ച് ദിവസം കൂടെ കണ്ട് പോട്ടെ. കാരണം വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിയോട് ഇപ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു അതൃപ്തി കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യമാണ്. എങ്കിലും ചില സംശയങ്ങൾ നമുക്കിവിടെ നിൽക്കുകയാണ്. കാരണം PM ശ്രീയുമായി ബന്ധപ്പെട്ടിട്ട് തങ്ങളുടെ ഘടകകക്ഷിയായിട്ടുള്ള CPI അറിയാതെ CPM മന്ത്രിയായിട്ടുള്ള V ശിവൻകുട്ടി വിദ്യാഭ്യാസ സെക്രട്ടറിയെ കൊണ്ട് PM ശ്രീയിൽ ഒപ്പുവെപ്പിച്ചു എന്നുള്ള രീതിയിൽ വളരെ ശക്തമായൊരു എതിർപ്പ് CPIയുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പാർട്ടിക്കകത്ത് തന്നെയുള്ള, അതായത് കോൺഗ്രസ് പാർട്ടിക്കകത്തുനിന്ന് തന്നെയുള്ള മന്ത്രിമാർ കാര്യങ്ങൾ അറിയുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയാണ്. അതായത് എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ട് M ലിജു വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കേരളത്തിലെ ഒരു മന്ത്രിമാരിൽ ഒരാളാണ്. വളരെ സാധാരണക്കാരനായിട്ടുള്ളൊരു മന്ത്രിയാണ് അദ്ദേഹം ഒരുപാട് ആളുകളെയൊക്കെ വിളിച്ച് കൃത്യമായ രീതിയിലാണ് നയപരിപാടികളൊക്കെ രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ അകത്തോ ChatGPT-ക്കകത്തോ ഇരുന്ന് കുത്തിയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന അറിവ് വെച്ചിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയെ അല്ല M ലിജു എന്ന് പറയുന്നത്. കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് ചെയ്യുന്ന ആളാണ്. അപ്പം മദ്യനയം പ്രഖ്യാപിക്കേണ്ടതും ഒക്കെ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളും ബാക്കി വയ്ക്കേണ്ടതില്ല. പിന്നെ ബഡ്ജറ്റിൽ അത് ധനകാര്യ വകുപ്പ് മന്ത്രിയല്ലേ അവതരിപ്പിക്കേണ്ടതെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ട് ശ്രീ രമേശ് ചെന്നിത്തല ചോദിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇത്രയും പരിചയസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയല്ലേ. അപ്പോൾ അദ്ദേഹം ഇതൊക്കെ മനസ്സിലാക്കണം. അദ്ദേഹത്തിന് മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല, അദ്ദേഹം അതൊരു അങ്ങനെ ഇരുന്നോട്ടെ, ധനകാര്യ വകുപ്പാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. എക്സൈസ് വകുപ്പിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ധനകാര്യ വകുപ്പിന് ഈ ഒരു പറഞ്ഞ നികുതി കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂ. അല്ലെങ്കിൽ ക്യാബിനറ്റിൻ്റെ തീരുമാനമില്ലാതെ ഒരു കാരണവശാലും ഈ നികുതി കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. ഇന്നിപ്പോൾ പാമ്പ്ലാനി പിതാവ് എന്താണ് പറഞ്ഞത്? പാമ്പ്ലാനി പിതാവ് പറഞ്ഞെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 20% മാത്രമുള്ള ആൽക്കഹോളിക് കണ്ടൻ്റുള്ള മദ്യം കൊടുത്ത് പണി തുടങ്ങും. ഇത് തുടങ്ങിയതിന് ശേഷം പിന്നീട് ഇതിൻ്റെ ഒരു വീര്യം കൂടാതെ വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മദ്യം, അതായത് ഈ 20% കണ്ടന്റ് അടങ്ങിയ കൂടുതൽ മദ്യം വാങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങും. അങ്ങനെ വാങ്ങി ഒരു സ്ഥിരം മദ്യപാനിയാകുന്ന അവസ്ഥയുണ്ടാവും എന്നുള്ളതാണ് പാമ്പ്ലാനി പിതാവ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തിനാണ് പിന്നെ നികുതി കുറയ്ക്കുന്നത്? ഏതൊക്കെയായാലും ഒരുത്തൻ ലഹരി ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ ഒന്നെങ്കിൽ സ്വയം തീരുമാനിച്ച് നിർത്തണം, അതല്ലെങ്കിൽ ഏതെങ്കിലും അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയിട്ട് വേണം നിർത്താനായിട്ട്, ഈ ലഹരിയുടെ ഉപയോഗം നിർത്താനായിട്ട്. അപ്പോൾ ഇതിനിടയിൽ ഈ മദ്യത്തിന് ഒരു വേർതിരിവിൻ്റെ ആവശ്യമുണ്ടോ? മദ്യത്തിന് വേർതിരിവിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് 10% ആൽക്കഹോളിക് കണ്ടൻ്റ് ഉള്ളതാണെങ്കിലും മദ്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ഇതിനകത്ത് മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് ബ്ലൂബെറിയുമായി ബന്ധപ്പെട്ടിട്ട് വലിയ അഴിമതിയാണ് നടക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പിലൊക്കെയല്ലേ ഒരുപാട് പൈസ കളക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നൊരു ആരോപണം ഇദ്ദേഹം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പ്രതിപക്ഷത്തുള്ള ഒരുപാട് പ്രതിപക്ഷ കക്ഷികൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള കൈക്കൂലി മേടിച്ചിട്ടാണോ ഈ പറഞ്ഞതുപോലെ
ഈ 20% ആൽക്കഹോളിക് കണ്ടൻറ്റുള്ള മദ്യത്തിൻ്റെ നികുതി കുറച്ചത് എന്നൊരു ചോദ്യം. വലിയ രീതിയിലുള്ള വരുമാന നഷ്ടം കൂടി ഉണ്ടാകുന്നുണ്ട്. അതിനെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഇതൊരു നയപരമായിട്ടുള്ള UDFൻ്റെ കൂടി നയമാണ്. UDFൻ്റെ കൂടി നയപരമായിട്ടുള്ള തീരുമാനമായിട്ടാണ് ഈ മദ്യനയമൊക്കെ പ്രഖ്യാപിക്കേണ്ടത്. അല്ലെങ്കിൽ ബഡ്ജറ്റിൽ ഈ മദ്യത്തിൻ്റെ 20% ആൽക്കഹോളിക് കണ്ടൻറ്റുള്ള മദ്യത്തിൻ്റെ നികുതി കുറയ്ക്കണമെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ UDF കൂടിയിട്ട് ഇപ്പോൾ എത്ര നാളായി? അല്ല, ഇത് UDFൻ്റെ നയമല്ല, മുഖ്യമന്ത്രിയുടെ നയമാണെന്നുള്ള രീതിയിലാണ്. അവിടെയാണ് പ്രശ്നം. മുഖ്യമന്ത്രി ഏകപക്ഷീയമായിട്ട് പോകുന്നു. കാര്യങ്ങൾ ഒന്നും സഹമന്ത്രിമാരോട് പോലും ആലോചിക്കുന്നില്ല. അതായത് അറിയാൻ സാധിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല മന്ത്രിമാരും തങ്ങളുടെ സ്റ്റാഫിൻ്റെ ലിസ്റ്റുമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെല്ലുന്ന സമയത്ത് അതുപോലും അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് വേറൊരു ലിസ്റ്റ് ഉണ്ടാവും ചിലപ്പോൾ. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ ഇവിടുത്തെ GPയുടെ ലിസ്റ്റൊക്കെ ഇറങ്ങി. GPയുടെ ലിസ്റ്റിൻ്റെ അകത്ത് സംഘപരിവാർ ബന്ധമുള്ള ആളുകളുണ്ടായിരുന്നില്ലേ? അങ്ങനെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൂടാതെ തന്നെ ഇപ്പോൾ പലപ്പോഴും UDF PMC വിഷയത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞു, പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ പറഞ്ഞത്? അതിൽ നിന്ന് നേരെ മറുകണ്ഠം ചാടുന്ന ഒരു സമീപനമല്ല ഇപ്പോൾ ഉള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അനുയായി എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വാദിച്ചുകൊണ്ടിരിക്കുന്ന ജോസഫ് സി മാത്യു, അദ്ദേഹം ഇന്നലെ പറഞ്ഞത് എന്താണ്? ഈ വിഷയത്തിൽ PMC വിഷയത്തിൽ മുഖ്യമന്ത്രി കള്ളം പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്ര ഒച്ചത്തിൽ അദ്ദേഹത്തിന് ഇത് വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ടി വരുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു നുണ 100 പ്രാവശ്യം പറഞ്ഞ് സത്യമാക്കുന്ന ഒരു പരിപാടിയാണല്ലോ, ഗീബൽസിൻ നുണ. ആ പരിപാടിയാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ PMCയിൽ നിന്ന് നേരെ U-ടേൺ അടിക്കുന്ന ഒരു നിലപാട്, ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു വരുമല്ലോ. അതുകൂടാതെ തന്നെ UDFൻ്റെ നയമാണോ ഈ മിഷൻ സമുദ്ര എന്ന് പറയുന്നത്? UDFലെ എത്ര ഘടകകക്ഷികൾക്ക് ഈ മിഷൻ സമുദ്രയെക്കുറിച്ച് അറിയാം? VD സതീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രമാണ്, മറിച്ച് രാജഭരണമല്ല ഇവിടെ. ഈ വിഷയത്തിലാണെന്ന് KC വേണുഗോപാൽ ചെറിയൊരു വാർണിംഗ് ഒരു ടോണിലൊരു കാര്യം പറഞ്ഞു. അല്ല, തീർച്ചയായിട്ടും അദ്ദേഹം ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധിയാണ്. അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി സാധിക്കും. കാരണം പാർട്ടിയോട് ആലോചിക്കാതെ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങളുമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതിശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ PMC വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ ഇടങ്ങളിലൊക്കെ VD സതീശന് വേണ്ടി തെരുവിലിറങ്ങിയിട്ടുള്ള ആളുകൾ, അതായത് VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണം എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങിയിട്ടുള്ള ആളുകൾ പോലും VD സതീശനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം ഈ ഇലക്ഷൻ സമയത്തൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ജമാഅത്തയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് VD സതീശൻ ഇവിടെ കേരളത്തിന് മുഖ്യമന്ത്രിയായിട്ട് തന്നെ വരുന്നത്. അതിനൊന്നും ഒരു സംശയം ആർക്കും വേണ്ട. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത് അത് മീഡിയ 1 ചാനലിലാണ്. അവർ സെറ്റ് ചെയ്ത അജണ്ട തന്നെയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നടപ്പിലാക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ കൂടെ EVMൻ്റെ എന്തെങ്കിലും സഹായം കിട്ടിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നമുക്കത് പറയാനും സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പല ഇതുണ്ട്. ഇതിന് കോർപ്പറേഷൻ ബോർഡുകൾ, ഘടകകക്ഷികളുടെ നേതാക്കന്മാർ പലരും അസ്വസ്ഥരാണ്. അവർക്ക് എത്ര കോർപ്പറേഷൻ കിട്ടും, എത്ര ബോർഡ് മെമ്പർമാരെ കിട്ടും, ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. കോൺഗ്രസിനകത്ത് നിന്ന് അർഹരായിട്ടുള്ള എത്ര പേർക്ക് കോർപ്പറേഷൻ ബോർഡുകളും കിട്ടും, അറിഞ്ഞുകൂടാ. ടീം UDFന് ശരിക്കും എന്താണ് സംഭവിച്ചത്? ഇവർ ഇലക്ഷന് ശേഷം അല്ലെങ്കിൽ റിസൾട്ട് വന്നതിന് ശേഷം കൃത്യമായൊരു മീറ്റിംഗ് ഇതുവരെ കൂടിയിട്ടില്ല എന്ന് കേൾക്കുന്നു. എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞ കച്ചവടത്തിന് തിരക്കിലാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കഴിഞ്ഞ 10 വർഷത്തെ ദാരിദ്ര്യം നീക്കണ്ടേ. എന്നാൽ ഇതിൻ്റെ മെച്ചം താഴേക്കിടയിലുള്ള ഏതെങ്കിലും പ്രവർത്തകർക്ക് കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. ഞാൻ പല ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് അവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DCC പ്രസിഡന്റ് മുതൽ മുകളിലേക്കുള്ള ആളുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കോളുണ്ട്. അതല്ലാണ്ട് താഴേക്കിടയിലേക്കുള്ള ആർക്കും ഒന്നും നടക്കുന്നില്ല. സെക്രട്ടേറിയറ്റിൽ ഖദർദാരികളുടെ ബഹളമാണ്. അതൊക്കെ ഒരു ആയിക്കോട്ടെ, നമ്മൾ അതിനെക്കുറിച്ചൊന്നും നിൽക്കേണ്ട. അതിപ്പോൾ അവരുടെ സർക്കാർ വരുന്നു, അത് അപ്പോൾ സ്വാഭാവികമായിട്ടും 10 വർഷം ഭരണമില്ലാതിരുന്നു. പിന്നെ വരുന്നത് വേറെ രസം എന്താ വെച്ചാൽ മുഖ്യമന്ത്രിയുടെ അടുക്കൽ പോയിരുന്നിട്ടുള്ള റീൽസുകളുടെ കളിയാണിപ്പോൾ. അല്ല, മുഖ്യമന്ത്രിക്ക് മടുത്തോ ഇപ്പോൾ? ഇനിവേ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ചാൽ PMC വിഷയത്തിലാണെങ്കിലും അതോടൊപ്പം തന്നെ ഈ മദ്യത്തിൻ്റെ ടാക്സ് ഒരു 20% കണ്ടന്റുള്ളവർ കുറച്ച് കൊടുക്കുന്നതും ഒന്നും ശരിയായിട്ടുള്ള രീതിയല്ല. ഇന്നലെ ഒരു മാധ്യമ പ്രവർത്തക പറയുന്നത് കേട്ടു. കാരണം 40% ആൽക്കഹോളിക് കണ്ടന്റുള്ള മദ്യത്തിനും ഒരേ വില വാങ്ങുന്നത് ശരിയാണോ, 20% ആൽക്കഹോളിക് കണ്ടന്റുള്ള ഇതിനും ഒരേ വില വാങ്ങുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് ടാക്സ് കുറച്ചതെന്ന്. ഈ ആരാധന മുഖത്ത് ഭ്രാന്ത് പിടിക്കാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ഇത്രയൊക്കെ പോകുന്നവൾ വിചാരിച്ചില്ല. കാരണം അതിനകത്തൊരു ലോജിക്കില്ലായ്മ അവർ തന്നെ മനസ്സിലാക്കുന്നില്ല. അങ്ങോട്ട് അടിച്ചു വിടുകയാണ് എന്താണെന്ന്. ഇത് ഏതൊക്കെയാണ് ഒരു കാര്യം പറയാം, UDFനകത്ത് താഴേക്കിടയിലുള്ള പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ അസ്വസ്ഥരാണ്.
മുസ്ലിം ലീഗിനകത്ത് പ്രവർത്തകർ അസ്വസ്ഥരാണ്. പല മുസ്ലിം ലീഗ് പ്രവർത്തകർക്കും PM ശ്രീയിലെ എച്ചിനെ കുറിച്ച് ഭയങ്കരമായ ഭയമുണ്ട്. ആ ഭയത്തെ നീക്കേണ്ട ഉത്തരവാദിത്വം ഈ പറഞ്ഞ മുഖ്യമന്ത്രിക്കുണ്ട്. മുഖ്യമന്ത്രി തെറ്റ് തിരുത്താൻ തയ്യാറാകണം എന്ന് തന്നെയാണ് ഇന്ന് KC വേണുഗോപാൽ പറഞ്ഞതിൻ്റെ അർത്ഥം. കോൺഗ്രസിനെതിരെ ദേശീയ നയമുണ്ട്. ആ ദേശീയ നയത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു കോർപ്പറേറ്റുകളുമായിട്ട് സന്ധി ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത് എന്നുള്ളൊരു താക്കീതാണ് ഇത് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം.